കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ പ്രവർത്തനം നമ്മൾ ഇവിടെ നിന്ന് വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് അവ പല നേതാക്കളെയും വിമർശനത്തിന് വിധേയമാക്കിയതെങ്കിലും ആ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ആ വോട്ടർമാരുടെ ഒരു ചലനമുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു തിരഞ്ഞെടുപ്പിനെ സജീവമാക്കാൻ വേണ്ടുന്നതെല്ലാം നിലമ്പൂരിലുണ്ടായിരുന്നു. അതിൽ പലതും ഗുണകരമായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ അത് ആ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ ഉള്ള ഒരു ഫയർ കൊടുക്കാൻ, ഒരു ചൂട് കൊടുക്കാൻ ആ സംവാദത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം ആർക്കാ കിട്ടുക? അതിൽ ആദ്യമായി നിന്ന ഫാക്ട് എന്ന് പറയുന്നത് ആ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒന്നോ രണ്ടോ ദിവസം വന്ന് പോയതല്ല. മണ്ഡലത്തിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ക്യാമ്പയിൻ നടത്തിയത്. ചാണ്ടിയുമ്മൻ കയറിയിറങ്ങാത്ത വീടുകളില്ല, ശബരിനാഥൻ കയറിപ്പോകാത്ത സ്ഥലങ്ങളില്ല, ബെന്നി ബഹനം പോകാത്ത സ്ഥലമില്ല. അവിടെ ഓരോ പ്രവർത്തകനും VS ജോയിയുടെ നേതൃത്വത്തിൽ, VS ജോയിക്ക് ഇതൊരു പ്രസ്റ്റീജിയസ് കോമ്പറ്റീഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്കുള്ള ചില ദൗർബല്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ചില പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്ന ഒരു നേരത്തെ അദ്ദേഹം നടത്തിയിരുന്ന പ്രസ്താവനകൾ, അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധിയായി വരുന്ന ഘട്ടത്തിലും അതിനെ മറികടക്കാൻ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം എടുത്തു പറയേണ്ടത് യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തനമാണ്. ആ മണ്ഡലത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ്, അതൊരു കോട്ട പോലെയാണ് അവർ പ്രവർത്തിച്ചത്. വളരെ കൃത്യമായിട്ട് ബൂത്തുകൾ തോറും സ്ഥാനാർത്ഥികൾ കൃത്യമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു കേഡർ സ്വഭാവത്തോടു കൂടിയാണ് ഇത്തവണ അവർ പ്രവർത്തിച്ചത്. പാർട്ടി സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞു. അതെ, വളരെ കൃത്യമായി. അതായത് ആര്യാടൻ ഷൗക്കത്തല്ല അവിടെ മത്സരിച്ചത്, അവിടെ മത്സരിച്ചത് UDF ആണ്. അപ്പോൾ UDF എന്നുള്ളൊരു ഫീലിംഗ്, ലീഗ് എന്നൊരു ഫീലിംഗ്, അത് പാണക്കാട് തങ്ങൾ വന്ന് PK കുഞ്ഞാലിക്കുട്ടി വന്ന് നിരന്തരം നടത്തിയ ചലനങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല.